നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളാണെങ്കിൽ ഫിൻലൻഡിൽ ഒരു അടിപൊളി സ്ഥലത്തേക്ക് വന്നതാണ്. അടിപൊളി സ്ഥലത്ത് വെച്ചാൽ ഒരു ഫാമിലേക്കാണ്. സാധാരണ ഞങ്ങളൊക്കെ ഒരു 10 താഴെ മാത്രം ഡിഫറൻ്റ് ആയിട്ടുള്ള ആപ്പിൾസ് മാത്രമാണ് ഞാൻ കണ്ടിട്ടുള്ളൂ. ചുക്കു എത്ര അത്രയും പോലും വെറൈറ്റി ഞാൻ കേട്ടിട്ടില്ല കേട്ടോ. നീരുള്ള ആപ്പിള്, പൊടിഞ്ഞു പോണ ആപ്പിള്, പിന്നെ ചുമന്ന ആപ്പിള്, പച്ച ആപ്പിള്, ഇത്രയൊക്കെയാണല്ലോ നമുക്കറിയാവുള്ളൂ. അപ്പം ഫിൻലൻഡിൽ തന്നെ ഏറ്റവും വലിയ ആപ്പിൾ എക്സിബിഷൻ നടക്കുന്ന സ്ഥലമാണ് ഇവിടെ. 120 പരം ആപ്പിൾസ് ഇവിടെ ഉണ്ട്. നമുക്കത് ടേസ്റ്റ് ചെയ്യാം, പിന്നെ ജ്യൂസുകൾ വാങ്ങാം. അങ്ങനെ ഒരു ഫാമിൽ വന്നതാണ്. ആണോ? അങ്ങനെ ഇതാണ് സ്ഥലം. നമ്മൾ ഇത് ടൈം കൊടുത്തിരിക്കുന്നത് ഇന്ന് മാത്രമേ ഉള്ളൂ, 9 തൊട്ട് 16 വരെ അല്ലേ? ലവന്തായി നമ്മളങ്ങനെ ഫാമിനകത്ത് കയറിയേക്കാണ്. ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് കോഫിയൊക്കെ കുടിക്കാം, ഫ്രീ ആയിട്ട് കുടിക്കാൻ പറ്റും. ഒരു കോഫിയും ഒരു ബുള്ളയായിട്ട് എടുക്കാൻ പറ്റുള്ളൂ. രണ്ടാമത് എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ €1 പേ ചെയ്യണം. അത് കൂടുതലല്ലോ. അതിനിടയ്ക്ക് ജോണിക്കുട്ടിയാണെങ്കിൽ ഒന്ന് വീണു, കയ്യിലെത്തരി പോയി. ഇതാണ് 120ഓളം വെറൈറ്റി ആപ്പിൾസ് വെച്ചേക്കുന്നത്. ഓരോന്നിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്. പല വെറൈറ്റി സാധനങ്ങളാണ്. മറ്റേ ഇത് പാരോണല്ലേ? പാരോൺ. അങ്ങനെ ഇതെല്ലാം മറ്റേ പാരോൺ ഐറ്റം സാധനങ്ങൾ, പ്ലംസ് അല്ലേ? ആപ്പിൾസ് ഇതാണ്. നോക്കിയേ എത്ര ഓരോന്നിനും പേര് നോക്കിയേ, എല്ലാത്തിനും പേരുകൾ. അതൊക്കെ പേരുകൾ വായിക്കാൻ തന്നെ വലിയ പാടാണ്. നോക്കിയേ ഉണ്ടോ? ഇതിൻ്റെ ടേസ്റ്റ് നമുക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റും. ആപ്പിൾസ് ഇതെല്ലാം വാങ്ങിക്കാൻ പറ്റും, അതോടൊപ്പം തന്നെ ടേസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ തൈകൾ ഇവിടെ വിൽക്കുന്നുണ്ട്. ഫിൻലൻഡിലെ ഫാമിലാണിത്. പിന്നെ പലരും ഇതിനു മുമ്പ് ചോദിച്ചിട്ടുണ്ട്, ഈ ഫാമിലേക്ക് ഇവിടെ ഒത്തിരി ജോലി സാധ്യതയുണ്ടെന്നുള്ളത്. അങ്ങനെ സാധ്യതകളൊന്നുമില്ല. കാരണം ഇവിടെയുള്ള സ്റ്റുഡൻസും അതുപോലെ ഇത് കുറച്ച് ടൈമിലേ ഉള്ളൂ, 2-3 മാസമാണ് ഈ ഫ്രൂട്ട്സിൻ്റെ സീസണൊക്കെ ഉള്ളൂ. ആ സമയത്തൊക്കെ ഇവർ സ്റ്റുഡൻസും അതുപോലെ ഇവിടെ ആളുകളൊക്കെ തന്നെയാണ് ജോലി ചെയ്യുന്നത്. എന്താ ചോദിക്കും, അടുത്തോ? നല്ല രസമല്ലേ? ഫുള്ള് എന്താ പറയുക, ബെറീസ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, അങ്ങനെ എല്ലായിട്ട് നല്ല വലിയൊരു ഫാം ആട്ടോ ഇത്. നല്ല രസമുണ്ട് ഇവിടെ. എല്ലാത്തിനും തൈകൾ കിട്ടും. ഈവൻ ഗ്രേപ്സ്, മുന്തിരി തന്നെ പല ടൈപ്പ് സാധനങ്ങളുണ്ട്. ഒരു ചെടിക്ക് അല്ലേ? ഇത് വിൻ്റർ ആയിരിക്കുമ്പോഴേക്കും ഇതിൻ്റെ തണ്ടൊക്കെ മൊത്തം ഇത് ഇലയൊക്കെ പൊഴിഞ്ഞു പോകും. അതിനുശേഷം വീണ്ടും ഇത് അടുത്ത സ്പ്രിങ് ആകുമ്പോഴേക്കും മുളച്ച് വരും. പ്ലമ്മുകൾ, ഇത് ബ്ലൂബെറീസ് ആണേ. ബുഷിലുണ്ടാകുന്നതല്ല, നമ്മള് മറ്റേ കാണത്തില്ല വേറെ രാജ്യങ്ങളിലൊക്കെ ഇങ്ങനെ നട്ട് പിടിപ്പിച്ചിട്ടുള്ള ബ്ലൂബെറി, അങ്ങനത്തെ ടൈപ്പ് ആട്ടോ. പക്ഷെ നമ്മള് പറിക്കാൻ പോയത് വൈൽഡ് ബ്ലൂബെറിയാണ്. അത് കുറ്റിയായിട്ട് നല്ല ഭയങ്കര ടേസ്റ്റ്, വിറ്റമിൻ കൂടുതലാണ്. ജോൺകുട്ടി എന്നായിരുന്നു മോനെ പറഞ്ഞേ? ചെറിയല്ലേ? കിർസിക്ക. ഓ, ചോക്ലേറ്റ് കിർസിക്ക എന്നാണ് അതിന്റെ പേര്. 30. ഇത് ഒരെണ്ണം മേടിച്ച് നമ്മുടെ പറമ്പിൽ കൊണ്ടുവച്ച് അടിപൊളിയായിരിക്കും അല്ലേ ചായ? കാരണം നമ്മൾ കൊണ്ടൊരു ആപ്പിളെ നട്ടോളൂ. നമ്മൾ കിർസിക്ക എന്ന് പറയുന്ന സാധനമാണ് നമ്മൾ നടാൻ വേണ്ടി ഇങ്ങനെ ഇരുന്നുകൊണ്ടിരുന്നത്. പക്ഷെ മധുരമുള്ളത് വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു നമുക്ക്. €30 അതിന്റെ ഒരു പ്ലാന്റിന്. ഇതൊക്കെ വീട്ടിലുള്ള ടൈപ്പാണ്. ഇതിന് കളർ കൂടിയത്, കളർ കുറഞ്ഞത്, പുളി കുറഞ്ഞത്, പുളി കൂടിയത്, അങ്ങനെ പല വെറൈറ്റി. ചക്കി എന്തെങ്കിലും ചോദിക്കുമല്ലോ. ചക്കി ഇന്ന് സാറ്റർഡേ ആണ്, നമുക്കിവിടെ മാസത്തിൽ ആദ്യത്തെ സാറ്റർഡേ ആണ് വേദപാഠ ക്ലാസ് ഉള്ളത്. അപ്പം ചക്കി അതിന് പോയേക്കാണ്. ചക്കിയുടെ കഴിയുമ്പോൾ മാളുവിൻ്റെ ഉണ്ട്. അപ്പം ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ മാളിനെ കൊണ്ടുപോയിട്ടിട്ട് ചക്കിന് എടുത്തു വരും. അതെ. ഇത് ആപ്പിൾ വിൽക്കാൻ വെച്ചേക്കുന്നത് ഓരോ ഇതിൻ്റെ വെച്ച് 2 കിലോയ്ക്ക് €10, 5 കിലോയ്ക്ക് €24. അതുപോലെ ആപ്പിൾ ജ്യൂസുകളുണ്ട്. ടേസ്റ്റ് ചെയ്ത് നോക്കാം. ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചേക്കുന്നതാണ്. ടേസ്റ്റ് നോക്കാം. ജാമുണ്ട്. അതെ, only apple soft. No blending. No. So grab it for me. നല്ലതാണോ? Den här är blåbärssylt. Jaha. ബ്ലോപ്പേഴ്സ്. ബ്ലൂബെറിയുടെ ജാം വെച്ചിട്ട് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചേക്കുന്നല്ലേ? നല്ലതാണോ? ഇത് കളഞ്ഞേക്കാം. അടിപൊളിയാണല്ലോ. ഇഷ്ടമായോ? ബ്രെഡ് തൂക്കാൻ പറ്റും. എല്ലാം തൂക്കാണ്.
എങ്ങനെയുണ്ട് ജോണിക്കുട്ടി? നല്ലതാണോ? അല്ലേ? ഇവിടെ വെള്ളത്തിലൊക്കെ കാപ്പി ഒഴിച്ചൊക്കെ നോക്കിയേ. ഇതുണ്ട്, ഓരോ ആപ്പിളിൻ്റെയും തൈകളാണ് അതവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നോക്കി നമ്മൾ എടുത്തുകൊണ്ട് പോവാം. ഓരോ ആപ്പിൾ തൈക്ക് വിൽക്കുന്നത് തന്നെ 34 യൂറോ. ഇവിടെ വില കുറവല്ലേ? സാധാരണ ചിലയിടത്ത് നമ്മൾ ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ 50 യൂറോ മുകളിലല്ലേ തൈക്കൊക്കെ? ഇത് ഭയങ്കര ഓൾഡ് ടൈപ്പാണ്, അതായത് സ്വീഡനിൽ നിന്നുള്ള ഇതാണ് സംഭവമാണ് ആപ്പിള്. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ആപ്പിളുകളാണ് അല്ലേ? 1700-കളിലൊക്കെ ഉണ്ടായിരുന്ന ആപ്പിൾ ട്രീ എന്ന് പറയുന്നത് ഈ മോഡൽ അല്ലേ? 34 യൂറോ അതിന്. അത് ഭയങ്കര ജ്യൂസിയാണ്, പിന്നെ ഭയങ്കര സോഫ്റ്റ് ടൈപ്പായിട്ടുള്ള ആപ്പിൾ. അത് അങ്ങനെ എഴുതിയേക്കണേ, ഭയങ്കര സാഫ്റ്റി ഗൺസ് കമ്മ്യൂക്ക് ആപ്പിൾ എന്നൊക്കെ എഴുതിയേക്കുന്നത്. നല്ല മണമുണ്ടെന്ന്. ഇവരിങ്ങനെ ഡിസ്പ്ലേ ചെയ്തേക്കണേ ഏറ്റവും പഴയ വർഷം തൊട്ട് പുതിയ മോഡലിലോട്ടേക്കുള്ളതാണ്. 1700-ൽ ഉണ്ടായേക്കണ ആപ്പിൾ ട്രീയുടെ തൊട്ട് എല്ലാവിധ അതിന്റെ തൈകളും ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ അത് ഏത് ടൈപ്പിലുള്ള ആപ്പിളായിരിക്കും വരുന്നത്. അതായത് ചിലത് നല്ല ജ്യൂസി ആയിരിക്കും, ചിലത് ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും, ചിലത് നല്ല മണമായിരിക്കും. അപ്പോൾ അതെല്ലാം അവരവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഈ കാണുന്ന ടൈപ്പ് ഉണ്ടല്ലോ, ഈ എർബി ആസ്ട്രക്കാൻ എന്ന് പറഞ്ഞ സംഭവം, ഇതെന്ന് പറയുമ്പോൾ ഇത് ഭയങ്കര ഫ്രഷ് ആയിട്ട് ഉള്ള, അതായത് നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ നല്ല മാങ്ങയൊക്കെ അല്ലേ, മാങ്ങയൊക്കെ തിന്നുന്ന പോലത്തെ ഒരു ഇത് പിങ്ക് ആപ്പിൾ എന്നും പറഞ്ഞൊരു വെറൈറ്റിയും വരുമായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പലർക്കും പല ടൈപ്പ്. അതായത് മമ്മിയൊക്കെ പറയുന്നുണ്ട്, മമ്മിക്കൊക്കെ കടിക്കുമ്പോൾ ഇങ്ങനെ പൊടിഞ്ഞു പോകുന്ന ടൈപ്പ് ആപ്പിളേഷൻ. എനിക്കൊക്കെ ഇങ്ങനെ നീര് വരുന്നത്. നല്ല ടേസ്റ്റ്, നല്ല ഫ്രഷ് ഫീൽ അതിന്. അങ്ങനെ പല വെറൈറ്റി സാധനങ്ങളാണ് അല്ലേ? 1960-ലെ ഇതൊക്കെ നമ്മള് പാർക്കിൽ കണ്ട ടൈപ്പ് അതിതല്ലേ, പെപ്പറി കണ്ടു. നമ്മൾ പാർക്കിൽ കണ്ടത് ഇതല്ലായിരുന്നു? അതന്നെ പാർക്കിൽ കണ്ടത് കഴിഞ്ഞ ദിവസം അല്ലേ? ആ മോഡലിലുള്ള ആപ്പിള്. അതിനേക്കാളും ചെറുതുണ്ട് സാൻഡ്ര. ഓരോന്നിനും ഇവര് പിന്നെ പേരിട്ടിട്ടുണ്ട്. ഇതാണ് നമ്മൾ ആ കണ്ട 120 വെറൈറ്റി ആപ്പിളുകളുടെ തൈകളും ഇവിടെയുണ്ട്. ആപ്പിളുകളാണ് ഇവിടെ നമ്മളിപ്പോൾ കണ്ടില്ല, ആ ട്രെയിൽ അവർ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിരുന്നത്. ഇതിൻ്റെയൊക്കെ പഴം ഉണ്ടായതാണ് അവർ വെച്ചേക്കുന്നത്. പല വീടുകൾ അതന്നെ പല വീടുകളിലും പല ടൈപ്പാണ്. ചില ആപ്പിളിൽ നമുക്ക് അത്രയും കഴിച്ച് കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവത്തില്ല, പെട്ടെന്ന് കേടാവുന്ന ടൈപ്പ് ഉണ്ട്. നമ്മൾ ഓൾറെഡി അതുപോലെ ബഡ് ചെയ്തിട്ടുള്ള ആപ്പിളുണ്ട്. അതായത് 2-3 വെറൈറ്റി ടൈപ്പിൽ ആപ്പിൾ ഉണ്ടാകുന്നു. ഒറ്റ ആപ്പിളെ തന്നെ 2-3 വെറൈറ്റി ഉണ്ടാകുന്ന പോലെ ബഡ് ചെയ്ത് വെച്ചിട്ടുള്ള അതും ഉണ്ട് കേട്ടോ. നമ്മൾ അങ്ങനത്തെ പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ മേടിച്ച് വെച്ചേക്കുന്നത്. പക്ഷേ നമ്മുടെ ആഗ്രഹം മറ്റേ കിർസിക്ക ഉണ്ടല്ലോ, അതിനെന്താ ചേർന്നേ മറ്റേ ക്രിസിക്ക പറഞ്ഞ പ്ലം. നിങ്ങൾ മടുത്തോ? മാളിന് ഇത് കഴിഞ്ഞിട്ട് നേരെ വേദാന്തത്തിന് പോകണം അല്ലേ? കാറ്റ്സിന് പഠിക്കണം. ഹാർട്ട് ഷേപ്പ് കൊണ്ട് വെച്ചേക്കും അല്ലേ ആപ്പിൾ അല്ലേ? 120 ആപ്പിൾ വെറൈറ്റീസ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര അത്ഭുതമല്ലേ. ഇവിടെ ഒരുപാട് പേരെ ഞാനും വിചാരിച്ചു ചുമ്മാ പറയണായിരുന്നു. ആപ്പിളും ബെറികളും അല്ലാതെ തന്നെ ഇങ്ങനെ പല വെറൈറ്റി ചെടികളും ഇവര് ഇത് ചെയ്യുന്നുണ്ട് കേട്ടോ, വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ഇവിടെയാണ് കോഫി കുടിക്കാൻ പോകുന്ന സ്ഥലം. അപ്പം അവർ പറയുന്നത് ഇവിടെ വന്ന് ഇവിടെ നമുക്ക് കാപ്പി എടുക്കാം. പേരും ഡീറ്റെയിൽസ് ഒക്കെ എഴുതി വെച്ചിട്ട് ഇവിടെ വിസിറ്റ് ചെയ്തേക്കുന്ന ആളുകളുടെ എണ്ണം കൗണ്ട് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ്. അതെ, പിന്നെ നമ്മൾ സാധനം പർച്ചേസ് ചെയ്യുന്നതിനുള്ള പ്രൈസ് അവിടെയുണ്ട് കേട്ടോ. മേടിച്ചിട്ട് നമ്മൾ ഇടുക. ഇതാണ് വെറൈറ്റീസ്. അതുപോലെ കോഫി ഇരിക്കുന്നു. എൻ്റെ മോനെ അവിടെയുള്ള കഴിക്കാൻ. ഓ അടിപൊളി മഡ് കേക്ക് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതെ, നല്ല ഡാർക്ക് സ്ട്രോങ് ആയിട്ടുള്ള കോഫി കേട്ടോ. ഫിനിഷ് കോഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെ നല്ല കട്ട കയ്പും അങ്ങനെയൊക്കെയാണ്. പക്ഷെ ഈ ഇറ്റാലിയൻ കോഫിയുടെ അത്രയും കയ്പില്ലെന്ന് തോന്നുന്നല്ലേ? അത്രയില്ല, അഡിക്റ്റ് ആവും. പക്ഷെ എനിക്ക് ഇത്ര വർഷമായിട്ട് ഞാൻ അഡിക്റ്റ് ആയിട്ടില്ല. എനിക്ക് ചായ ഇഷ്ടം. ആളുകളൊക്കെ കൂടുതൽ വരുന്നുണ്ട്, കൂടുതലും പ്രായമായിട്ടുള്ള ആൾക്കാരൊക്കെ വരുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കാണ് കൂടുതൽ കൃഷിയോടൊക്കെ കൂടുതൽ താല്പര്യം, കൂടുതൽ സമയം. കോഫി കുടിക്കുന്ന സ്ഥലമാണ്, മൊത്തം ആപ്പിൾ കൊണ്ട് അലങ്കരിച്ചിട്ടേക്കാണ്. ഇങ്ങനെ സൈഡിൽ ആൾക്കാർ ഇരിക്കുന്നതുകൊണ്ട് കാണിക്കുന്നില്ല. ഇതിൻ്റെ ഭയങ്കര പ്രത്യേകതയാണ്, പ്രത്യേകിച്ച് ഓട്ടം വെതറൊക്കെ ആയി കഴിയുമ്പോഴേക്കും ഭയങ്കര എന്താ പറയുക, നല്ലൊരു പീസ്ഫുൾ ആംബിയൻസ് ആയിരിക്കും മൊത്തം. അതിനകത്ത് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ വെച്ച് ചെറിയ ഡെക്കറേഷൻസ് ഒക്കെ ആയിരിക്കും, പക്ഷെ ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ട്. ഇത് ഫ്രഷ് ഫ്ലവർ ആട്ടോ, ഫ്രഷ് ആപ്പിളാണ് വെച്ചേക്കുന്നത്. പൂച്ചക്ക് ഒരു കഥയുണ്ടല്ലേ?
ഈ ഗാർഡൻ അതായത് ഇവർ തുടങ്ങിയ കാലം തൊട്ട് ഈ പൂച്ച ഇവിടെ ഉണ്ടെന്നാണ് പറയുന്നത്. അതായത് ഈ പൂച്ച ഇതിന്റെ മുതലാളി എന്നുള്ള രീതിയിലാണ് ഇവർ സംസാരിക്കുന്നത്. അത്ര കാലം തൊട്ട് ഇതെങ്ങും പോയിട്ടില്ല, വന്ന പൂച്ചയാണെന്ന് പറയുന്നത്. പ്രത്യേകത എന്താ വെച്ചാൽ പട്ടീനെ ഇഷ്ടമല്ല. പട്ടീനെ പെറ്റ്സ് ആയിട്ടുള്ളവർക്ക് ഇതിനകത്ത് കയറ്റാൻ സമ്മതിക്കില്ല ഈ പൂച്ച. അല്ല, അത് സാധാരണ നമ്മുടെ നാട്ടിലെ പൂച്ചയ്ക്കും പട്ടിയും ചെയ്തില്ല. പക്ഷെ ഇവിടെ അങ്ങനെ വിഷയം വരാറില്ല. സെയിം വീട്ടിൽ തന്നെ പൂച്ചയും പട്ടി വളർത്തുന്നവരും ഉണ്ട്. അയ്യത് വെള്ളം കുടിക്കാൻ വന്നാണ്. വെള്ളം കുടിക്കാൻ ഇവരിതിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ തരുവാണ്. ഇവരുടെ ഒരു വെറൈറ്റി സംഭവമാണ് പിയർ ഫ്രൂട്ട്. എല്ലാ ആപ്പിൾ ചെടികളും ഇവിടെയുള്ള എല്ലാ ഫ്രൂട്ട്സും പരിചയപ്പെടുത്തും. എന്നിട്ട് ടേസ്റ്റ് ചെയ്യാൻ തരും നമുക്ക്. പ്രത്യേകിച്ച് യൂറോപ്യൻസിന് പഴയ കാറുകളോട് ഭയങ്കര ഇഷ്ടമാണ്. അത് കൂടുതലും സംരക്ഷിച്ച് നിർത്തുന്നത് അവിടുത്തെ കാരണന്മാരാണ് അല്ലേ. ഇത് 1932 കാറാണ്. അത് നല്ല രസമാണ്. അതിൻ്റെ കുറച്ച് നിറച്ച് ആപ്പിളുണ്ട് കേട്ടോ. എല്ലാ വർഷവും മെയ് ദിനത്തിൻ്റെ സമയത്ത് ഇവർ ഇതിൻ്റെ എക്സിബിഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതിപ്പോൾ ഇവരുടെ ഷോപ്പിൽ ഇങ്ങനെ വെച്ചേക്കുന്നതാണ്. ഇത് നമ്മളിവിടുന്ന് സ്പ്രിംഗ് റോൾസ് അല്ലേ ഫ്രഷ്ലി അവിടെ മേക്ക് ചെയ്തിരിക്കുന്നത്. ജ്യൂസ് ഏതാ വേണ്ടിയ? വേണം ജ്യൂസ് കുടിക്കാം. ജാമാണോ വാങ്ങുന്നേ? ഇതൊരെണ്ണം മേടിച്ചാലോ? വാങ്ങിച്ചോ. ആ സാധനം വാങ്ങിച്ചു, ഇത് വാങ്ങിച്ചു. ഇനി നേരെ നമ്മൾ ചക്കി അടുത്തേക്ക് പോകണം. അതെ, ഇനി താമസിച്ച് ഞാൻ ചക്കി പേടിച്ചു. അതുകൊണ്ട് നമ്മൾ വിട്ടു പോവാണ് ചക്കിയുടെ അടുത്തേക്ക്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ആഗ്രഹമായിട്ട് ഇങ്ങനെ എല്ലാം നട്ടുപിടിപ്പിക്കണം എന്നൊക്കെ. പക്ഷേ സമ്മറിൽ നമുക്ക് കിട്ടുന്ന വെക്കേഷൻ മാത്രമേ ഉള്ളൂ വെക്കേഷനായിട്ട് ഇതിന് വേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത്. അത് മിക്കവാറും നമ്മൾ ട്രാവൽ ചെയ്യുമായിരിക്കും. അപ്പോൾ ഇത് മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ കെയർ ചെയ്യാൻ പറ്റില്ലോ ഓർത്തിട്ടാണ് നമ്മൾ മേടിക്കാതിരുന്നത്. പക്ഷേ നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് ഈ കിർസിക്ക എന്ന് പറയുന്നത്. അതായത് പ്ലമ്മിൻ്റെ ചെറിയുടെ ഒരു വേർഷനാണ്, പക്ഷെ ഭയങ്കര ടേസ്റ്റാണ് അതിന്. അതുപോലെ ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇതൊക്കെ വാങ്ങും ഇതൊക്കെ ചെയ്യുന്നത് കുറച്ച് പ്രായമായിട്ടുള്ള ആൾക്കാരാണ്. അവർ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് ഗാർഡനിലും ഒക്കെ ആയിട്ടാണ്. അപ്പം ഇതിന് 30 യൂറോയാണ് പറയുന്നത്. പിന്നെ ഇതിന് എന്താ സംഭവം ട്രൈ ചെയ്ത് നോക്കാം അല്ലേ? നോക്കാം. എന്തായാലും ഒരെണ്ണം എടുത്തോ. ഓക്കെ. അതിൽ ഉള്ളതിൽ മുഴുത്ത ടൈപ്പ് ഉണ്ടെങ്കിൽ അതായിരിക്കും നിൽക്കുന്നത്. മുഴുത്ത ടൈപ്പിന് വിലക്കുള്ളുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ ആണെന്ന് തോന്നുന്നു. ആണല്ലേ? ഓക്കെ. ചോക്ലേറ്റ് ഷേർസ് ബാർ, ചോക്ലേറ്റ് കിർസിക്ക, ചോക്ലേറ്റ് ഡാനിയ. ഓക്കെ. ഓൾമോസ്റ്റ് 2 മീറ്റർ ഹൈറ്റിൽ ഇത് പൊങ്ങുന്നതാണ് കേട്ടോ പറഞ്ഞത്. വേറെ ആണെങ്കിലും ഒരു 1 മീറ്റർ താഴേക്ക്. അപ്പം നല്ല സോഫ്റ്റ് മണ്ണുകളോട് നമുക്ക് നടാം. പിള്ളേരെ മേടിച്ചപ്പോൾ തൊട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന കിർസിക്ക നമുക്ക് മേടിച്ച് വെക്കണമായിരുന്നു. വർഷങ്ങളായിട്ട് പറയുന്നുണ്ട്. ഇപ്പോൾ അവസാനം നമുക്ക് കിർസിക്ക കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിടിക്കുകയോ ചെയ്യാം. പിടിപ്പിക്കൂലോ. ഇത്രയും വണ്ടികൾ ഇവിടെ വന്നിട്ടുണ്ട്. ഇന്നത്തെ കൂടെ കഴിഞ്ഞാൽ ആപ്പിളിൻ്റെ ഈ പരിപാടി തീരും. കഴിച്ചു തുടങ്ങിയോ. അപ്പോൾ നമ്മൾ എല്ലാം മേടിച്ച് തന്നെ വണ്ടി കയറി ഡിക്കിയിൽ വെച്ചിന് വളഞ്ഞു പോയാലെന്ന് ഓർത്തുകൊണ്ട് സേഫായിട്ട് ഇവിടെ ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ ചക്കിയുടെ അടുത്തേക്ക് പോവാണ്. ബെൽറ്റ് അതിനകത്ത് കിടന്ന് മുക്കിത്താന്നൊക്കെ പറഞ്ഞ് മാളുവിന് ഓർഡർ കൊടുത്തോണ്ടിരിക്കുന്നു. മാളു ബാക്കിലിരുന്ന് മുക്കി കൊടുത്തോണ്ടിരിക്കുകയാണോ മാളു? ആണോ? ഈ പ്രാവശ്യം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വില്ലൗസ് ലൂത്നിങ് എന്നൊക്കെ മറ്റേ സ്വീഡിഷ് പറയും. അതായത് മറ്റേ ഈ സമ്മർ കോട്ടേജിലെ സ്റ്റേ ഒക്കെ ഔദ്യോഗികമായി അവസാനിപ്പിക്കുന്ന ദിവസമായിരുന്നു കഴിഞ്ഞ ദിവസം അല്ലേ? വലിയ പൂത്തിരിയൊക്കെ കത്തിച്ച് പടക്കമൊക്കെ പൊട്ടിച്ച് എല്ലാവരും സെലിബ്രേറ്റ് ചെയ്തതാ. സാധാരണ അത് കഴിഞ്ഞാൽ പിന്നെ ചെറിയ തണുപ്പ്, ഫോഗ് അങ്ങനെയൊക്കെയാണ് വരണത്. പിന്നെ ഇല പഴുക്കും, കൊഴിഞ്ഞു പോവും അങ്ങനെയൊക്കെ. പക്ഷെ ഭയങ്കര സർപ്രൈസ് ആയിട്ട് ഇപ്പോൾ വേണ്ട സെക്കൻഡ് വീക്ക് ആയപ്പോഴേക്കും ഭയങ്കര സണ്ണിയാണ്. 27 ഡിഗ്രി ടെമ്പറേച്ചറൊക്കെ. ഈ ആഴ്ച മുഴുവൻ സണ്ണി വെതർ, അതായത് ശരിക്കും ഒരു സമ്മർ വെതർ ആയേക്കുവാണ്. കളർഫുൾ ആക്കാമായിരിക്കും പലയിടങ്ങളിലും സെലിബ്രേറ്റ് ചെയ്യുന്നവർക്ക്. ഓണത്തിൻ്റെ സ്പെഷ്യലായിട്ട് പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ പ്രാവശ്യവും സെപ്റ്റംബറിൽ ഓണം നടത്തുമ്പം തണുപ്പായിരിക്കും. അപ്പോൾ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ സെറ്റ് സാരി മുണ്ടൊക്കെ കൊടുത്തു കഴിയുമ്പോൾ അതിൻ്റെ അടിയിൽ നല്ല തെർമല്, സോക്സ്, ഷൂസ്, എല്ലാ സാധനങ്ങളും ഇട്ടിട്ട് സ്വെറ്ററൊക്കെ ഇട്ട് അങ്ങനെയാണ് അല്ലേ? പറ്റുവാണെങ്കിൽ മുല്ലപ്പൂക്കെ വെച്ച് അതിൻ്റെ മേളിൽ തൊപ്പിയും വലിച്ച് കയറ്റി വെച്ച്. പക്ഷേ ഈ തവണ ഞങ്ങൾക്ക് ചെറിയൊരു പണി പറ്റിപ്പോയി. നമ്മൾ ഓണത്തിന് ഡ്രസ്സ് ഓർഡർ ചെയ്യാൻ വേണ്ടി ലാസ്റ്റ് വൈകിപ്പോയി. പിന്നെ നമ്മൾ ഓണം അത്ര സെലിബ്രേറ്റ് ചെയ്യാനുള്ളൊരു മൂഡിലല്ലായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കരമായിട്ട് നമ്മളെ പുതിയ ബേബി വരുന്നതിൻ്റെ ഒക്കെ ആ ഒരു എക്സൈറ്റ്മെൻറ്റിലൊക്കെ ആയിരുന്നു. ഈ പ്രാവശ്യം ഓണം ഉണ്ടാവത്തില്ല എന്ന് ഓർത്തുകൊണ്ട് നമ്മൾ വലിയ കാര്യമായിട്ടൊന്നും ഓണത്തിന് ഡ്രസ്സൊന്നും പർച്ചേസ് ചെയ്തില്ല. അത് താമസിച്ച് പോയി.
അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്, UK നിന്നാണ് ഓർഡർ ചെയ്തത്. പക്ഷേ അത് അടുത്ത ദിവസം കിട്ടുമെന്നൊക്കെ പ്രതീക്ഷയിൽ നമ്മൾ ഇരിക്കുന്നു. ചെറുതായിട്ടുള്ള രീതിയിൽ ഓണമൊക്കെ ആഘോഷിക്കാമെന്ന് ഓർത്തിട്ട്. ഇനിയിപ്പോൾ അത് കിട്ടിയില്ലെങ്കിൽ ഓണത്തിൻ്റെ കാര്യം എന്താവും എന്നുള്ള കാര്യം നമ്മളുള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. ഓണത്തിന് നാട്ടിൽ അങ്ങനെയാ. അതായത് ഓണം എന്ന് പറയുന്ന സംഭവം അല്ലേ ചേ, പുതിയ ഡ്രസ്സിന് ഓണക്കോടി എടുക്കും, അതുപോലെ കാണാൻ പറ്റും ഓണം ഉണ്ടണം എന്നുള്ള ഇതല്ല കൺസെപ്റ്റ് അല്ലേ. നല്ല ഫുഡ് കഴിക്കണം, ലാവിഷായിട്ട് കഴിക്കണം, വയറ് പൊട്ടും പോലെ അല്ല ഇലയൊക്കെ നക്കി മറ്റേ പഴം പപ്പടം പായസം കൂട്ടിയ മധുരവും കാലറിയെ കുറിച്ചൊന്നും ചിന്തിക്കത്തേ ഇല്ല. പകരം വയറ് നിറച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല പുതിയ ഉടുപ്പൊക്കെ ഇട്ട് പൂക്കളൊക്കെ ഇട്ട് അലങ്കരിച്ച് ഏറ്റവും സമൃദ്ധിയിൽ ഇരിക്കേണ്ട ദിവസമാണ് ഓണം. പക്ഷേ ഇതിപ്പോൾ ഓർഡർ ചെയ്തേക്കുന്ന സാധനം വരാത്തത് കൊണ്ട് അപ്പോൾ മാള് ചോദിക്കണം കഴിഞ്ഞ പ്രാവശ്യത്തിട്ടാ പോയത്. പക്ഷേ പിള്ളേരുടെ ഒക്കെ എല്ലാം ചെറുതായിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെ തന്നെ ഇപ്പൊ ചെറുതായിട്ടുണ്ട്. ആണോ? കഴിഞ്ഞ പ്രാവശ്യത്തെ ഈ പ്രാവശ്യത്തെ നമുക്ക് അറിയത്തില്ല. നമ്മൾ ഓർഡർ ചെയ്തേക്കുന്നത് ചെയ്യാം. ചിക്കു മാളുവിനെ പള്ളിയിലേക്ക് വിടാൻ വേണ്ടിയിട്ട് ഇതാണ് നമ്മുടെ പള്ളി. ഇവിടെ റോമൻ കാത്തലിക് വലിച്ച് റെന്റിന് എടുത്തേക്കുന്നതാണ്. നമ്മുടെ ഇന്ന് കുർബാന വേണ്ടുന്ന അച്ഛനാണ്. ചക്കി അവിടെയുണ്ട്. അപ്പോൾ ചക്കിനെ കൂട്ടിക്കൊണ്ട് വരും. പിള്ളേർക്കാണെങ്കിൽ കാറ്റിസം ഉള്ളത് ഒരു മാസത്തിൽ ഒരു പ്രാവശ്യമേ ഉള്ളൂ, സാറ്റർഡേ ആയിരിക്കും. അപ്പം നമ്മൾക്കിവിടെ റോമൻ കാത്തലിക് ചർച്ച് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ റെൻറ്റിനെടുത്തിട്ട് ഇവിടെ ചെയ്യുന്നതാണ്. അത്യാവശ്യം ആൾക്കാരുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 100 പേരോളം ഉണ്ടെന്ന് തോന്നുന്നു. ഫോറിനേഴ്സൊക്കെയാണ് കൂടുതൽ. ഇവിടെ സാധാരണയുള്ള ചർച്ച് ലൂത്തറൻ ചർച്ചാണ്. അപ്പം നമ്മൾ പള്ളിയിൽ പോകുന്നത് ഇവിടെയാണ്. ഇടയ്ക്ക് ഫിനിഷ് കുർബാനയുണ്ട്, ഇംഗ്ലീഷ് കുർബാനയുണ്ട്, മലയാള കുർബാനയില്ല. മലയാള കുർബാന ഇടയ്ക്ക് താമ്പര വരാറുണ്ട്. ഹെൽസിങ്കിയിൽ മിക്ക ആഴ്ചകളിലുണ്ട്. നമ്മൾ സ്വീഡനിൽ നിന്നുള്ള അച്ഛനാണ് ഇവിടെ മറ്റേ ഹെൽസിങ്കിയിൽ കുർബാന എല്ലാം വേണ്ടി വരുന്നതും അതുപോലെ തന്നെ താമ്പരയിലും ഇടയ്ക്ക് വരുന്നത്. താമ്പര ഉള്ളപ്പോൾ നമ്മൾ പോകാറുണ്ട്. ഹെൽസിങ്കിൽ ഇതുവരെ നമ്മൾ പോയിട്ടില്ല. കാരണം ഹെൽസിങ്കിക്ക് ഇവിടുന്ന് നമ്മുടെ അടുത്ത് നിന്ന് 465 കിലോമീറ്റർ ഉണ്ട്. താമ്പരയ്ക്കാകുമ്പോൾ 250 കിലോമീറ്റർ ഉണ്ട്. ഇടയ്ക്ക് നമ്മൾ അങ്ങനെ പോകാറുണ്ട്. യോണിക്കുട്ടി വണ്ടിയായിരുന്നു മടുത്തു. യോണിക്കുട്ടിക്ക് 2 വർഷമാണ് കഴിഞ്ഞതിന് ശേഷം 3 വർഷമാണ് കഴിഞ്ഞതിന് ശേഷമാണ് വേദപാഠം തുടങ്ങുള്ളൂ അല്ലേ? അപ്പം പള്ളിയിൽ നിന്ന് നമ്മൾ ചക്കീനെ റിസീവ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് മാളുവിനെ പള്ളിയിൽ ഇറക്കിയിട്ടുണ്ട്. എന്നിട്ട് നമ്മളിനിപ്പോൾ പോവുകയാണ്. അപ്പോൾ കറക്റ്റ് നമ്മളൊരു കുറച്ച് നേരം ലേറ്റ് ആയിരുന്നു. പക്ഷെ ഭാഗ്യത്തിന് നമ്മുടെ കൂട്ടുകാർ പള്ളിയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ വീട്ടിലോട്ടേക്കാണ് ചക്കി ചെന്നത് അല്ലേ ചക്കി? എന്നിട്ട് നമ്മളിപ്പോൾ അവിടുത്തെ കൂട്ടിക്കൊണ്ടുവന്നു.